ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സംഘർഷഭരിതമായിരിക്കുന്നു. അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതും ഇതിനു മറുപടിയായി അമേരിക്ക ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ വ്യോമാക്രമണം നടത്തിയതും പശ്ചിമേഷ്യയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന നാമമാത്രമായ വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മേഖല വീണ്ടും അസ്വസ്ഥതകളിലേക്ക് നീങ്ങുന്നു. ജൂൺ 8-ന് ഹോർമുസ് കടലിടുക്കിന് മുകളിൽ പതിവ് പട്രോളിംഗ് നടത്തുന്നതിനിടെ അമേരിക്കൻ കരസേനയുടെ AH-64 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു വീണത് പശ്ചിമേഷ്യയിലെ US-ഇറാൻ ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഭാഗ്യവശാൽ പൈലറ്റുമാർക്ക് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും ഈ സംഭവം അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ സൈനികർക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് അമേരിക്ക നിർബന്ധമായും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ സൈനികരെ ആക്രമിച്ചതിന് ശക്തമായി തിരിച്ചടി നൽകേണ്ടതുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥയെ അതീവ ഗൗരവകരമായ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ 9 വൈകിട്ട് 5 മണിയോടെ US സെൻട്രൽ കമാൻഡ് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ പ്രതിരോധ ആക്രമണം ആരംഭിച്ചു. അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണങ്ങളിൽ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ബോംബാക്രമണം നടത്തി. 3 ഘട്ടങ്ങളിലായാണ് ആക്രമണം നടന്നതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ പ്രതികാര നടപടികളുമായി രംഗത്തിറങ്ങിയത് പശ്ചിമേഷ്യൻ മേഖലയെ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ നടന്ന അമേരിക്കൻ ആക്രമണങ്ങളെ ഒട്ടും ലാഘവത്തോടെയല്ല ഇറാൻ കാണുന്നത് എന്നതിന്റെ ശക്തമായ തെളിവാണ് ബഹ്റൈനിലെ US 5-ാം നാവികപ്പടയുടെ ആസ്ഥാനം ലക്ഷ്യമാക്കി അവർ നടത്തിയ ഡ്രോൺ ആക്രമണം. ഇതിനു പുറമെ ജോർദാനിലെ അൽ അസ്റഖ് വ്യോമതാവളം ഉൾപ്പെടെ മേഖലയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന 21ഓളം അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ വ്യാപകമായ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി നൽകിയ പരസ്യമായ മുന്നറിയിപ്പ് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ആക്രമണവും വെറുതെ വിടില്ല, ഇതിന് തക്കതായ മറുപടി നൽകുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതിനൊപ്പം മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന വിദേശ സൈനികർ എപ്പോഴും ആക്രമണ ഭീഷണിയിലാണെന്നും തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ പ്രദേശം വിട്ടു പോകുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം കർശനമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പുതിയ സൈനിക സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയ സ്ഥിരതയിലും അതിഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രകടമായ ആഘാതം അനുഭവപ്പെടുന്നത് ഊർജ്ജ വിപണിയിലാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സ്തംഭിച്ചത് ആഗോള എണ്ണ വിപണിയിൽ വലിയൊരു വിലക്കയറ്റത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയെ കുത്തനെ ഉയർത്തിയിരിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇത് പരോക്ഷമായി ആഗോള പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇതോടൊപ്പം തന്നെ മേഖലയിലെ നിലവിലെ സൈനിക സാഹചര്യങ്ങൾ വലിയൊരു യുദ്ധഭീതിയിലേക്കാണ് ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ദീർഘകാലമായുള്ള സംഘർഷവും ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടവും നിലനിൽക്കെ ഇതിലേക്ക് അമേരിക്ക കൂടി നേരിട്ട് ഇറാനുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് നീങ്ങിയതോടെ ഈ മേഖല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഈ അനിശ്ചിതത്വം ആഗോള സാമ്പത്തിക മേഖലയെയും ബാധിച്ചിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ചാഞ്ചാട്ടങ്ങളും അനിശ്ചിതത്വവും വർദ്ധിച്ചതോടെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തിയിരുന്നവർ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റർമാർ വലിയ റിസ്കുകൾ ഒഴിവാക്കി സ്വർണം പോലുള്ള സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ സുസ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിലെത്താൻ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ പുതിയ സൈനിക ഏറ്റുമുട്ടലുകൾ ഈ ശ്രമങ്ങളെ പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ, ഉപരോധങ്ങൾ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതും അമേരിക്കൻ സൈന്യത്തിന്റെ മേഖലയിലെ സാന്നിധ്യം സംഘർഷം വഷളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നിലവിൽ ഇരുപക്ഷവും തങ്ങളുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള തിരക്കിലാണ്. ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണുമ്പോൾ അമേരിക്ക തങ്ങളുടെ സൈനികരുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി തിരിച്ചടി അനിവാര്യമാണെന്ന് വാദിക്കുന്നു. ഏതായാലും ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ സംഘർഷം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്നത് വ്യക്തമാണ്.